പാപത്തിൽ അടിമപ്പെട്ട ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്ന ദൈവം, തന്റെ 99 ആടുകളെയും വിട്ട് കാണാതായ ആടിനെ തിരയുന്ന ആട്ടിടയനിൽ നമ്മൾ കാണുന്ന ദൈവം, പാപിനിയായ സ്ത്രീയോട് കരുണ കാണിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ദർശിക്കാൻ കഴിയുന്ന അനവധി സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. മാനസാന്തരപ്പെട്ട് തന്നിലേക്ക് തിരിച്ചു വരുന്ന തന്റെ പുത്രനെ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ട് ഓടിവന്ന് സ്നേഹത്താൽ ആശ്ലേഷിക്കുന്ന ഒരപ്പനെ നമ്മളിവിടെ കാണുന്നത്. തന്റെ പ്രബോധനങ്ങളിൽ 1/3 ഭാഗവും യേശു ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. തന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന സംഭവങ്ങളെയാണ് യേശു ഉപമകളിലൂടെ പഠിപ്പിച്ചത്. ഇവയെല്ലാം ദൈവവുമായും ദൈവരാജ്യവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ നോമ്പുകാലത്ത് യേശു പഠിപ്പിച്ച ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് വന്ന ധൂർത്തപുത്രനെ പോലെ അനുകമ്പയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർക്കാം. ദൈവസ്നേഹം യേശു പകർന്നു തരുന്നത് ദയയിലൂടെയും കരുണയിലൂടെയുമാണ്. ഇത് തന്നെയാണ് ഒരു ക്രൈസ്തവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കേണ്ടതും. നിങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന തിരുവചനം നമുക്ക് പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.